നമസ്കാരം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 63 സീറ്റുകൾ കുറഞ്ഞു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വൻ മുന്നേറ്റം നടത്തി. തൃണമൂൽ കോൺഗ്രസും നില മെച്ചപ്പെടുത്തി. ബി ജെ ഡി, ബി എസ് പി, ബി ആർ എസ് പാർട്ടികൾ തകർന്നടിഞ്ഞു. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് മേനി നടിക്കാൻ ബി ജെ പിക്കാവില്ല. 2019 303 സീറ്റുകൾ നേടിയ അവർക്ക് ഇത്തവണ ലഭിച്ചത് 240 മാത്രം. യു പിയിലെ ഉറച്ച മണ്ണിൽ കാലിടറിയതാണ് ബി ജെ പിക്ക് വിനയായത്. കഴിഞ്ഞ തവണ വെറും 52 സീറ്റിലൊതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ സെഞ്ചുറിക്കടുത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സമാജ്വാദി പാർട്ടി നടത്തിയത്. യു പിയിൽ 37 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2004 35 സീറ്റ് നേടിയതാണ് ഇതിന് മുമ്പത്തെ മികച്ച നേട്ടം. 29 സീറ്റ് നേടി തൃണമൂൽ കോൺഗ്രസും മികച്ച പ്രകടനം നടത്തി. കഴിഞ്ഞ തവണത്തേതിലും 7 സീറ്റ് അധികമാണിത്. തമിഴ്നാട്ടിൽ 22 സീറ്റ് നേടി DMK പ്രകടനം ആവർത്തിച്ചു. തെലുങ്ക് ദേശം പാർട്ടി 16ഉം JDU 12 സീറ്റുകളിലാണ് വിജയിച്ചത്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റും ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റും ലഭിച്ചു. ശരത് പവാറിന്റെ NDPക്ക് 7 സീറ്റ് കിട്ടിയപ്പോൾ 1 സീറ്റ് നേടാനേ അജിത് പവാറിന് സാധിച്ചുള്ളൂ. പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മത്സരിച്ച ആം ആദ്മി പാർട്ടിക്ക് ആകെ ലഭിച്ചത് 3 സീറ്റാണ്. CPM കഴിഞ്ഞ തവണത്തേതിനെ നിന്ന് ഒന്നിലധികം നേടി സീറ്റ് നില 4 ആക്കി. മുസ്ലിം ലീഗ് 3ഉം CPIയും CPIയും 2 വീതം സീറ്റുകളും നേടി. BRS, BSP, BJD പാർട്ടികൾ സംയോജ്യരായി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.